ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 സവാള, 2 പച്ചമുളക്, ഉലുവ, ചെറിയ ഉള്ളി ചതുക്കിയത്, കറിവേപ്പില, തക്കാളി, 2 പച്ചമുളക് മുഴുവനായിട്ടുള്ളത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വലിയ ജീരകം. പൊടികളായിട്ടുള്ളതാണ് കേട്ടോ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, ഉപ്പ്. ഇത്രയും പൊടികളാണ്, മസാലപ്പൊടികൾ വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് പൊട്ടാറ്റോ നുറുക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ, കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചത്. പിന്നെ ബീഫ്, 1/2 കിലോ ബീഫ്, ആവശ്യമുള്ള ബീഫ് എടുക്കാം. പിന്നെ എണ്ണ വെച്ചിട്ട് ചൂടാകുമ്പോൾ ആദ്യമായിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി വലിയ ജീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കുക. പേസ്റ്ററൊക്കെ ചതച്ചെടുത്തതാണ്. സവാള, 2 സവാള വെള്ളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നല്ല കീറി ചേർത്ത് കൊടുക്കുക. തക്കാളി, കറിവേപ്പില, 2 തക്കാളി കറിവേപ്പില ചേർത്ത്. മൂടി വെക്കാം. നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. നന്നായി വെന്ത് വെള്ളം തക്കാളൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ പൊടിയും ഒരുമിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കും. നമുക്ക് കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കട്ടെ. കഴുകി കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ച പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ട് പച്ചമുളക് മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബീഫിൽ വെള്ളം ഉണ്ടാവും, 1 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അത് മൂടി വെക്കാനായിട്ട് 4-5 വിസിലടിക്കുന്ന സമയത്ത് നന്നായി വെന്താൻ കേട്ടോ. വെള്ളമൊന്നും വറ്റിയിട്ട് കുറച്ച് വെള്ളമായിട്ട് തന്നെ വെള്ളത്തിൽ ബീഫിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല.
സൂപ്പർ കറി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്